ഹലോ, ഇന്നൊരു ഹെൽത്തി പാസ്ത റെസിപ്പിയാണ് കേട്ടോ. മൈദയും ചീസും ബട്ടറൊന്നും ഇല്ലാതെ വെജീസൊക്കെ ഇട്ടിട്ടുള്ള ഒരു പാസ്തയാണ് കേട്ടോ. ഇത് വാവയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയതാണ്. ഇപ്പം ഞങ്ങളും കഴിക്കാറുണ്ട്. വൈറ്റ് സോസ് പാസ്തയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പാസ്തയാണ് കേട്ടോ. ഒരു 100 ഗ്രാം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഒരു 7 അല്ലി വേണം കേട്ടോ. അത് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ സവാള ഇങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ വിടർത്തിയെടുക്കണം കേട്ടോ. ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞേക്കണത് കേട്ടോ. എന്നിട്ട് വിടർത്തിയെടുത്തേക്കാണ്. പിന്നെ ക്യാരറ്റ് വേണം, അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം വേണം കേട്ടോ. ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ ബട്ടറൊന്നും യൂസ് ചെയ്യുന്നില്ല, നെയ്യിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചു. എന്നിട്ട് 1 ടീസ്പൂൺ നെയ്യാണ് ഇടുന്നത്. ഇത് മാത്രമാണ് നമ്മൾ ഈ ഹോൾ കുക്കിംഗ് പ്രോസസ്സിന് യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ, കുഞ്ഞുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. നെയ്യൊന്ന് ഉരുകി കഴിയുമ്പോൾ വെളുത്തുള്ളി ഇടാം കേട്ടോ നമുക്ക്. അതൊന്ന് സോട്ടേ ചെയ്തിട്ട് പിന്നെ സവാളയാണ് ഇടുന്നത്. സവാള ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് സോട്ടേ ചെയ്യണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പും ഇടാം. ഇത് 2 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ തന്നെ സോട്ടേ ചെയ്യണം കേട്ടോ. അതൊന്ന് ട്രാൻസ്പാരൻ്റ് ആവണം. അപ്പോൾ വേഗം ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ഇടുന്നത് കേട്ടോ. അങ്ങനെ ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ബാക്കി വെജിറ്റബിൾസ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. വെജിറ്റബിൾസ് വലുതായിട്ട് കുക്കൊന്നും ആവണ്ട. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് വെച്ചാൽ മതിയാവും കേട്ടോ. കുഞ്ഞുണ്ടായ പിന്നെയാണ് ഞാൻ എല്ലാ റെസിപ്പീസും ഹെൽത്തി വേർഷൻസ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അത് മാക്സിമം നമ്മളും ഫോളോ ചെയ്യുന്നുണ്ട്. ഇതാ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം. സ്പിനച്ചൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഉള്ളത് ഇതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്തത്. ഇതൊരു 3 മിനിറ്റ്സ് എടുക്കും. ഒന്ന് മൂടി വെച്ച് വേവിക്കാം നമുക്ക്. എന്നിട്ട് വെയിറ്റ് ചെയ്യാം. ഇതായപ്പോൾ വെജിറ്റബിൾസ് എല്ലാം അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഇനി നമുക്ക് വെജിറ്റബിൾസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. ഇവിടെ ബേസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയാണ്. അതൊരു 2 ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ടൊന്ന് ചൂടായി വരണം. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെ ഗോതമ്പ് പൊടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ ആയിട്ട് വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ ഒരു ട്രിപ്പിൽ തന്നെ ഒഴിക്കാം. കുറേശ്ശെ ഒഴിക്കുകയാണെങ്കിൽ ലംസ് അങ്ങനെ ഫോം ചെയ്യില്ല. ഒരു ട്രിപ്പായിട്ട് ഞാൻ ഒഴിച്ച പോലെയാണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു മാഷറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ലംസ് ഒന്ന് ഫോം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ആ മാഷർ വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ഞാൻ ഡെയിലി ചെയ്യാറുള്ളത്. അപ്പോൾ ലംസ് ഒന്നും ഫോം ആവില്ല, അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. എന്നിട്ട് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പാസ്തയും വീറ്റിൻ്റെ തന്നെയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിൽ കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ചീസൊക്കെ ആഡ് ചെയ്യാം, ഞങ്ങൾ ആഡ് ചെയ്യാറില്ല. പിന്നെ അത് കഴിഞ്ഞ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒറിഗാനോ ഇല്ലാത്തതുകൊണ്ട് അത് ഇട്ട് കൊടുത്തില്ല കേട്ടോ. മൈദയും ചീസൊന്നും ഇല്ലയെന്ന് വെച്ചാൽ ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളെല്ലാ വീക്കിലും ഉണ്ടാക്കുന്നുണ്ട്. കുട്ടിക്കും നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളും കഴിക്കും. ഞങ്ങളും അത് തന്നെയാണ് കഴിക്കുക കേട്ടോ. കുഞ്ഞു പാസ്ത ഇഷ്ടമായ? കണ്ടില്ലേ, കുഞ്ഞു അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമായെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ഹെൽത്തിയും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഹെൽത്തി വേർഷൻസും ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.